മുൻ എം.എൽ.എ. കെ രാമേന്ദ്രൻ നായരുടെ മകന് സർക്കാർ നിയമനം കൊടുത്തത് ശരിയല്ല. അത് സുപ്രീം കോടതി റദ്ദ് ചെയ്തു. കേരളത്തിലെ പല ആൾക്കാർക്കും സർക്കാർ ജീവനക്കാര് അവർ സർവീസിൽ ഇരിക്കുമ്പോൾ മരിക്കുമ്പോൾ അവരുടെ കുടുംബസ്ഥന്റെ സ്ഥിതിവിശേഷം മോശമാണെങ്കിൽ അവർക്ക് ആശ്രിത നിയമനം കൊടുക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. ആശ്രിത നിയമനം അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും യോജിച്ച് ഒരാൾക്ക് സർക്കാർ ആശ്രിത നിയമനം കൊടുത്തു വരുന്നത് കാണുന്നുണ്ട്. ധാരാളം പേർക്ക് ആ രീതിയിലുള്ള ആശ്രിത നിയമനം ലഭിക്കുന്നുമുണ്ട്. കെ രാമേന്ദ്രൻ നായർ എന്ന CPM MLA, അദ്ദേഹം ചെങ്ങന്നൂർ MLA ആയിരുന്നു. അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ അദ്ദേഹം ക്യാൻസർ ഉണ്ടായി മരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് അവരുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നപ്പം അദ്ദേഹത്തിൻ്റെ മകന് എഞ്ചിനീയർ ആയിരുന്നു, ബിടെക് കഴിഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റ് PWD കൊടുത്തു. 2018 ആണ് കൊടുത്തതെന്ന് തോന്നുന്നു. എന്തായാലും അത് അദ്ദേഹം ഇതുവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കുന്നതും ശരിയല്ല. പക്ഷെ ഇത് ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ടാണ് അന്നത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെടുത്ത തീരുമാനം. ഗവൺമെന്റ് തീരുമാനമാണ് ജോലി കൊടുക്കാനുള്ളത്. പക്ഷേ കേരള ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. കാരണം ഇത് ആർട്ടിക്കിൾ 14, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരായിരിക്കണം, അത് തുല്യ അവസരവും ആയിരിക്കണം. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 14 അനുസരിച്ചും ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, അവസരം, എല്ലാവർക്കും ഒരേ രീതിയിൽ അവസരം കിട്ടണം. അതുകൊണ്ട് ജോലി കാര്യത്തിലും ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. കേരള ഹൈക്കോടതി ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 16 അനുസരിച്ച് ക്യാബിനറ്റ് എടുത്ത തീരുമാനം റദ്ദ് ചെയ്തു. അതിന് അപ്പീല് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി അത് പരിഗണിച്ചിട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ ആ തീരുമാനം അംഗീകരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു മക്കൾക്ക് ഭാര്യയ്ക്ക് ആശ്രിത വാത്സല്യം അനുസരിച്ച് അവരുടെ സർവീസിലിരിക്കുമ്പം ഒരാൾ മരിച്ചാൽ അവരുടെ കുടുംബത്തിലൊരാൾക്ക് കൊടുക്കുന്ന ആ ജോലിയും അതും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായം തന്നെ ഇപ്പം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് MLA-മാരുടെ മക്കൾക്കും ബാധകമല്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇനി ആ കാര്യത്തിലും ചിലപ്പം സർക്കാരിന് തീരുമാനം എടുത്താലും ശരി, അത് കോടതിയിൽ ചലഞ്ച് ചെയ്യും. പല ജോലി PSC ടെസ്റ്റ് എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്ക് പലർക്കും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ആശ്രിത വാത്സല്യം മുഖേന. അതുകൊണ്ട് ഇന്ന് സർക്കാർ സർവീസിൽ പലരും ഇരിക്കുന്നത് ഒരു ടെസ്റ്റ് എഴുതാതെയോ അല്ലെങ്കിൽ PSC-യിൽ അവർ കണ്ടസ്റ്റ് ചെയ്ത് വന്ന് അവർ മാർക്ക് വാങ്ങി പോസ്റ്റ് അല്ലാത്തവർ ധാരാളം പേര് സർക്കാർ സർവീസിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അത് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻസ് വന്നു കഴിഞ്ഞു. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയും ഏകദേശം അതേ അഭിപ്രായം തന്നെയാണ്. സർക്കാരിൻ്റെ എല്ലാ നിയമനങ്ങളും ആർട്ടിക്കിൾ 14, 16 അനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ അവസരം ലഭിക്കത്തക്ക രീതിയിലായിരിക്കണം എന്നാണ് പൊതുവായ ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെയൊക്കെ തീരുമാനം. നിയമപരമായി നോക്കുമ്പം അത് ശരിയാണ്. എന്നാൽ വളരെയധികം ആൾക്കാർ, സർക്കാർ ജീവനക്കാരും പ്രത്യേകിച്ച് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ പലരും മരിച്ചിട്ട് അവരുടെ കുടുംബത്തിന് മുന്നോട്ട് തള്ളി നീക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വളരെയധികം കേസുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ജോലി കൊടുക്കുന്നതിന് ഒരു തീരുമാനമായിരുന്നു സർക്കാരുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഭരണഘടനയുടെ 14, 16 അനുസരിച്ച് അത് പാടില്ല എന്ന് വന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രാരംഭമായിട്ട് തന്നെയാണ് ഈ കെ രാമേന്ദ്രൻ MLA-യുടെ മകന് പ്രശാന്തിൻ്റെ ആ ജോലി അദ്ദേഹം PWD-യിലാണ്, അത് റദ്ദ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നു. അദ്ദേഹം ഏകദേശം ഇത്രയും കാലഘട്ടത്തിൽ 46 ലക്ഷം രൂപയുടെ ശമ്പളം ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയിലെ കക്ഷി ചേർന്നിട്ട് അപേക്ഷിച്ചു, എനിക്കത് കൊടുക്കാൻ നിവൃത്തിയില്ല, ഇത് ഞാൻ ശമ്പളപരമായിട്ട് ജോലി ചെയ്ത പൈസയാണ് ഇത്ര നാളും വാങ്ങിച്ചത്, സുപ്രീം കോടതി ആ പണം തിരിച്ചു പിടിക്കണ്ട എന്നും ആ ഉത്തരവിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ആ കെ രാമേന്ദ്രൻ നായർ MLA-യുടെ മകന് അതൊരു ആശ്വാസകരമായ, കാരണം അദ്ദേഹം
കുറെ വർഷം ജോലി ചെയ്തതിന് തുല്യമായ ഒരു ശമ്പളം മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പോലെ അയാൾക്ക് ലഭിച്ചു എന്നുള്ള വാദഗതി സുപ്രീം കോടതി അംഗീകരിച്ചു. ആ പണം തിരിച്ച് സർക്കാരിൽ അടയ്ക്കേണ്ട എന്ന് സുപ്രീം കോടതി പറയുകയും അതേ സമയത്ത് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തു. ഏതായാലും നിയമപരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആശ്രിത വാത്സല്യത്തോടുകൂടി ജോലി കിട്ടുന്ന അതും ക്രമേണ അതും വൃദ്ധി ചെയ്യും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്.